ഹായ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ മലയാളത്തിന്റെ മോഹൻലാൽ അവതരിക്കുന്ന ലിജു ജോസ് പല്ലിശ്ശേരിയുടെ മലൈക്കൊട്ട വലിവൻ എല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഈ ചിത്രം ജനുവരി 25-നാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. PS റഫീഖാണ് ചിത്രം തിരക്കഥയൊക്കെ എഴുതിയിരിക്കുന്നത്. കൂടെ ലിജു ജോസ് പല്ലിശ്ശേരിയുടെ സപ്പോർട്ടും ഉണ്ട്. അതായത് നേരത്തെ ആമേനും ഇന്ദ്രജിത് നായനായ നമ്മുടെ പഴയ ഒരു പടം ഉണ്ടായിരുന്നല്ലോ നായകൻ, ചിത്രമൊക്കെ രചിച്ചത് പുള്ളിയാണ്. അപ്പം രണ്ട് പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ മാസും ക്ലാസും ഒക്കെ എഴുതിയിട്ടുള്ള ആളാണ്. അപ്പോൾ ഈ ചിത്രം ഫുള്ള് മാസമായിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എൻ്റെ പ്രതീക്ഷയാണ് കുറച്ച് ക്ലാസ് കൂടെ മാസം കൂടെ ചേർന്ന ഒരു പടമായിരിക്കും. ഇത് ടിപ്പിക്കൽ ഒരു ലാലേട്ടൻ്റെ പടമായിട്ട് അതും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇതൊരു ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ പടം. അല്ലാതെ ലാലേട്ടൻ്റെ ആരാധകരെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ ലിജോ ജോസ് പല്ലിശ്ശേരി സിനിമ എടുക്കത്തില്ല. പുള്ളിക്ക് ചിലപ്പോൾ മോഹൻലാലിനെ എങ്ങനെ കാണണം, മോഹൻലാലിൻ്റെ രീതിയിൽ പുള്ളിക്ക് എങ്ങനെയാണോ ഇഷ്ടപ്പെടുന്ന രീതിയിൽ പുള്ളി പടം എടുക്കത്തുള്ളൂ. അത് 100% ഉറപ്പാണ്. അദ്ദേഹം തന്നെ പറഞ്ഞാണ്. അപ്പോൾ എന്തായാലും ഈ ചിത്രത്തിൻ്റെ ഒരു ട്രെയിലർ ഇന്നലെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇന്നലെ നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ജയം, അതിനേക്കാൾ വലിയൊരു ലഹരിയില്ല. ഞാനും ആ ലഹരിയിൽ മതിമറന്നാൽ അതിൽ ഒളിഞ്ഞിരിക്കുന്ന ചതി കണ്ടെത്താൻ കഴിയില്ല. ഇന്ന് മാങ്ങോട്ടക്കളരിയുടെ ആയുധം കൊടും ചതിയാണ്. കാലത്തിലേക്ക് കരയണം, ചോര വീഴണം. കണ്ണീരും ചോരയും വീണാണ് കടലുണ്ടാകുന്നത്. ആ കടലിന്റെ അടിയിൽ നിന്ന് സൂര്യൻ ഉദിച്ചു വരും. സൂര്യന്റെ തീ ഈ കോട്ട ചാമ്പലാക്കും. കൊള്ളാം, നല്ല കിടുക്കാച്ചി ട്രെയിലർ എന്തായാലും പൊളിച്ചിട്ടുണ്ട്. ഇതിലെന്താ പറയുക, BGMആയാലും വിഷ്വൽസും ഫ്രെയിമും ഒക്കെ ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും ഈ സിനിമ. ഇതൊക്കെ പറഞ്ഞാലും ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ കുറച്ച് മുതൽ മുടക്കിയൊക്കെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം എടുക്കുന്ന ഒരു പടത്തിൻ്റെ സ്റ്റൈൽ ആ ട്രെയിലർ തന്നെ കണ്ടില്ല. അതിലെ ഓരോ ഫ്രെയിമും നമ്മൾ ചുമ്മാ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നോക്ക്. നല്ല രീതിയിൽ നമുക്ക് നല്ലൊരു ഫ്രെയിമായിട്ട് കിട്ടും. എന്തായാലും ഗംഭീരമായ ട്രെയിലറാണ്. ഇതിൽ പ്രത്യേകിച്ച് ലാലേട്ടൻ ഒരു ആക്ഷനോ മാസ് ഡയലോഗോ ഒന്നും ഈ ട്രെയിലറിനകത്തില്ല. ലാലേട്ടൻ അധികം സംസാരിക്കുന്ന പോലും ഇല്ല, സംസാരം പോലും ഇല്ല. ബാക്കിയുള്ളവരൊക്കെയാണ് ഇതിനകത്ത്. അതൊരു ട്രെയിലറിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നി. കാരണം സാധാരണ ഒരു ട്രെയിലർ വരുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട നായകനായിരിക്കും കൂടുതൽ ഡയലോഗ് പറഞ്ഞിങ്ങനെ. അല്ലെങ്കിൽ പക്ഷേ ഇതിനകത്ത് നമ്മുടെ മലയാളത്തിൽ ആദ്യമായിട്ട് ഇങ്ങനൊരു മണികണ്ഠനൊക്കെ ഇൻട്രൊഡക്ഷൻ പോലെ ഡയലോഗൊക്കെ പറയുന്നു. നല്ല രസമായിട്ടുണ്ട്. ഇതിൽ കഥയൊന്നും അധികം പുതുമ പ്രതീക്ഷിക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ പ്രസ് മീറ്റിൽ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഥയൊക്കെ ഒരുപാട് കണ്ടുപിടുത്ത അല്ലെങ്കിൽ നിങ്ങളാരും കേൾക്കാത്തതോ കാണാത്തതോ കഥയൊന്നും ആയിരിക്കത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് എടുത്തു വെച്ചിരിക്കുന്ന രീതിയാണ് സിനിമയിലെ. എന്തായാലും ഫുള്ള് ഒരു മാസം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഈ ട്രെയിലർ കണ്ടിട്ട് തന്നെ. അങ്ങനെ ഈ മാസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ലാലേട്ടൻ്റെ ഒരു മാസം ഉണ്ടല്ലോ അത് പ്രതീക്ഷിക്കുന്നത്. ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ഒരു മാസ് പ്രതീക്ഷിക്കാം. അല്ലാതെ ലാലേട്ടൻ്റെ മാസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നമ്മുടെ മനസ്സിൽ കുറേ മാസ് കഥാപാത്രങ്ങളുണ്ടല്ലോ, നാരായണായാലും ഇന്ദുചൂടനായാലും മംഗലശ്ശേരി നീലാണ്, അതും ആ ഒരു ടൈപ്പ് മാസ് ഒന്നും പ്രതീക്ഷിക്കാൻ പാടില്ല ഈ ചിത്രത്തിൽ. നമ്മൾ കാണാൻ പോകും. എൻ്റെ രീതി അങ്ങനെയാണ്. നമ്മൾ കാണുവാണെങ്കിൽ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ പടം, ലാലേട്ടൻ്റെ പടത്തെക്കാട്ടിലും നമ്മൾ നോക്കേണ്ടത് ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ പടമാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ ഷോട്ടും അദ്ദേഹത്തിൻ്റെ ഓരോ എന്തായാലും സ്ലോ മോഷൻ്റെ കുറച്ച് മോഷൻ കൂടുതലുണ്ടെന്ന് തോന്നുന്നു അതിനകത്ത്. ഈ ട്രെയിലർ തന്നെ എടുത്തപ്പോൾ തന്നെ ട്രെയിലറിന് വേണ്ടി സ്ലോ മോഷൻ ആക്കിയാണോ അറിയത്തില്ല, കുറച്ച് സ്ലോ മോഷൻ ഇച്ചിരി കൂടിയിട്ടുണ്ടോ
ഇങ്ങനെ ഇരുത്തു. എന്തായാലും തിയേറ്ററിൽ 25-ാം തീയതി റിലീസ് ചെയ്യുവാണ്. സംഭവം നമുക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് ഭയങ്കരമായിരിക്കും. ഇത് മൊബൈലിൽ തന്നെ കണ്ടിട്ട് നമുക്ക് ഭയങ്കര വിഷ്വൽസേ ഒരു രക്ഷയില്ല. പിന്നെ കുറച്ച് ഒരു സ്റ്റണ്ട് ചെറിയ രീതിയിലൊന്ന് മോഹൻലാലിൻ്റെ ഒക്കെ ഒന്ന് കാണിക്കായിരുന്നു. ആൾക്കാരെ കുറച്ചും കൂടെ ഒരു ഹൈപ്പ് കൂടിയനെ ഡയലോഗ് അതിൻ്റെ ഒരു ചെറിയൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയില്ല. അതൊരു പോരായ്മയല്ല, അല്ല എനിക്കൊരു ഒരു ലാലേട്ടൻ്റെ ഒരു ഫാൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ചെറിയൊരു ആക്ഷനൊക്കെ ട്രെയിലർ കാണിച്ച് കുറച്ചും ഒരു ചെറിയൊരു മാസ് ഡയലോഗൊക്കെ കാണിച്ചായിരുന്നെങ്കിൽ കുറച്ചും കൂടെ എനിക്കൊരു സ്വല്പം കൂടി ഇത് തോന്നിയേനെ. പക്ഷേ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ ഒരു രക്ഷയില്ല, ഗംഭീരമായ ട്രെയിലറാണ്. എന്തായാലും ജനുവരി 25-ന് ഫസ്റ്റ് ഷോ ഉറപ്പിച്ചിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ റിവ്യൂസ് ഇത് കണ്ടിട്ട് ഞാൻ അങ്ങോട്ട് പറയുന്നതായിരിക്കും. ഓക്കെ, ബൈ.